മുഖ്യമന്ത്രിയുടെ മകൾ എവിടെയാണ് പഠിച്ചിരുന്നത്? ഈ പറയുന്ന അമൃത യൂണിവേഴ്സിറ്റിയിലല്ലേ? അതും പോരാ, മുഖ്യമന്ത്രി മകനെ പഠിപ്പിച്ചത് എവിടെയാണ്? വിദേശ സർവകലാശാലയിൽ, ബർമിംഗ്ഹാമിൽ അയച്ചിട്ട്. അപ്പൊ സ്വന്തം മകനെ വിദേശ സർവകലാശാലയിൽ അയച്ച് പഠിപ്പിച്ച, സ്വന്തം മകളെ ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിച്ച ദീർഘദർശിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഇതുപോലൊരു നിയമമാറ്റം ഉണ്ടായിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പൊ തലയിൽ ആൾതാമസമുള്ള ഒരു മലയാളി ഇപ്പൊ സ്വന്തം കുട്ടികളെ കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ, യൂണിവേഴ്സിറ്റികൾ മുഴുവൻ CPM നേതാക്കന്മാരുടെ, MP-മാരുടെ, മന്ത്രിമാരുടെ ഭാര്യമാരെയൊക്കെ കൊണ്ടുപോയി അടയിരുത്താനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിന്റെ നിലവാരം നിങ്ങൾ തകർത്തു. കേരളത്തിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇപ്പൊ പഴയതുപോലെ അഡ്മിഷൻ നടക്കുന്നില്ല. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 60% സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കേരളത്തിലെ കുട്ടികൾ മുഴുവൻ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ കോളേജുകളിൽ അഡ്മിഷന് വേണ്ടി ഇപ്പൊ പഴയതുപോലെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും കോളേജിൽ 100% സീറ്റ് ഫുൾ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ, വേക്കന്റ് ആയി കിടക്കുകയല്ലേ. ഇന്ന് ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ രക്ഷിതാക്കൾ സമീപിക്കുന്നുണ്ടോ? ഇന്ന കോളേജിൽ സീറ്റ് വേണം എന്നാവശ്യപ്പെട്ട് സമീപിക്കുന്നുണ്ടോ? ഇല്ല. കുട്ടികൾ മുഴുവൻ പോകാൻ ആഗ്രഹിക്കുന്നത് വിദേശത്തേക്കാണ്, അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പൊ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായി തകർത്തതിന് ശേഷം കേരളത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലഭിക്കുമായിരുന്ന വിദേശ സർവകലാശാലകളും സ്വകാര്യ സർവകലാശാലകളും അടക്കമുള്ള സൗകര്യങ്ങളെ കേരളത്തിലെ ഒരു 2 തലമുറയ്ക്ക് നിഷേധിച്ച CPM-ഉം SFI-യും ഇപ്പോ ഇതേ കാര്യങ്ങളെ അനുകൂലിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന കാണുമ്പോൾ അതും എന്തിന്റെ പേരില? കേന്ദ്രം നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം വരുന്ന സമയത്ത് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താനാണ് പറയുന്നത്. നിങ്ങൾ എന്ത് സാമൂഹിക ക്ഷേമമാണ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഉറപ്പുവരുത്താൻ പോകുന്നത്? നിലവിലുണ്ടല്ലോ, അതിന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒരു നിയമം കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ പോകുന്നത്? അവർ വീണ്ടും കോടതിയിൽ പോകില്ലേ? അപ്പൊ നിങ്ങൾ പല കേസുകളിലും കേന്ദ്രത്തിനെതിരായിട്ട് വാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പികയുടെ വക്കീലന്മാരെ ഏർപ്പാടാക്കി വാദിക്കുന്നവരല്ലേ? എന്തേ നിങ്ങൾ ഇക്കാര്യത്തിൽ അത്രയും നിലപാടെടുത്തില്ല? അപ്പൊ ഈ വിഷയങ്ങളിൽ നിങ്ങളുടെ ഇരട്ടത്തപ്പാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം സജീഷ് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പൊ തുടങ്ങുന്ന സ്വകാര്യ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസ് ഇതിനെയൊക്കെ പ്രതിരോധിച്ചതിന്റെ പേരിൽ വെടികൊണ്ട് മരിച്ചിട്ടുള്ള ഏതെങ്കിലും SFI-ക്കാരെ വീടിനടുത്ത് സ്ഥാപിച്ചാൽ അവരുടെ ബന്ധുക്കൾക്ക് അവിടെ ജോലി കൊടുക്കാനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്താൻ സാധിക്കും. ഇതുപോലെ കേരളത്തെ പുറകോട്ടടിച്ചവരുണ്ടോ? അറബിക്കഥ എന്നൊരു സിനിമയിൽ ഒരു ദൃശ്യം എനിക്ക് ഓർമ്മ വരുന്നത്, അത് ശ്രീനിവാസനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഈ വാഴ വെട്ടാൻ പോകുന്ന സമരം ഇത് തെറ്റാണെന്ന് ഭാവി തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഖേദിച്ചോളാം എന്നാ പറയുന്നത്. ഇതുപോലെ 20-30 വർഷമായിട്ട് കേരളത്തിന് നിഷേധിച്ചിട്ടുള്ള എത്രയോ സൗകര്യങ്ങൾ നമുക്ക് എല്ലാ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നില്ല. കമ്പ്യൂട്ടർ ആവട്ടെ, ATM ആവട്ടെ, ഇപ്പൊ AI വരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. AI വന്നു കഴിഞ്ഞാൽ സോഷ്യലിസം വരുന്നു, ഒരു ദിവസം പ്രസംഗിക്കുന്നു, അടുത്ത ദിവസം പറയുന്നു AI സമൂഹത്തിനെതിരാണെന്ന് പറയുന്നു. ഇതുപോലെ ഒരു കാര്യത്തിലും ഒരു വാക്കിലും വ്യവസ്ഥയും ഇല്ലാത്തൊരു പ്രസ്ഥാനം, ഒരു നയപരമായ കാര്യത്തിലും ഒരു ഉറച്ച തീരുമാനവും ഇല്ലാത്തൊരു പ്രസ്ഥാനം, അവരുടെ ഈ ഉട്ടോപ്യൻ ആശയങ്ങളും വെച്ചിട്ട് ഈ കേരളത്തെ പതിറ്റാണ്ടുകൾ പുറകോട്ടടിച്ചു. കേരളത്തിലെ 1, 2, 3 തലമുറക്ക് കിട്ടുമായിരുന്ന ആധുനിക വിദ്യാഭ്യാസ സൗകര്യത്തെ ഇവര് പാടെ ഇല്ലാതാക്കി കളഞ്ഞു.